തന്നെ എനിക്ക് 10-500 മെസ്സേജിൽ കൂടുതൽ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ പേര് ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്രിയേറ്റേഴ്സിന് യൂട്യൂബിൽ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ 2 നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വലിയ വലിയ ക്രിയേറ്റേഴ്സിന് നേരത്തെ യൂട്യൂബ് അയച്ചതാണ്. ഇപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സിനും യൂട്യൂബ് അയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസിയൊക്കെ വന്നതിന് ശേഷം എല്ലാ ക്രിയേറ്റേഴ്സിനും വലിയ പേടിയാണ്. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നു, നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പറ്റിപ്പോവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കുറച്ച് പേര് മെസ്സേജ് എനിക്ക് പേഴ്സണലായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ, ചേച്ചി യൂട്യൂബ് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, പിന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അപ്പോഴാണ് നമുക്ക് അടുത്ത പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നത് എന്നൊക്കെ. അപ്പോൾ നിങ്ങളാരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. മാനേജ് ചാനൽ ഇൻസൈറ്റ് ഷെയറിംഗ് വിത്ത് തേർഡ് പാർട്ടി അഡ്വർടൈസേഴ്സ്, ബ്രാൻഡ്സ് ആൻഡ് പ്ലാറ്റ്ഫോം. അപ്പോൾ ബാക്കി കുറച്ച് ഡീറ്റെയിൽസും ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ യൂട്യൂബ് തന്നെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളാരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ യൂട്യൂബ് തരുന്ന ഈ നോട്ടിഫിക്കേഷൻ ഫ്യൂച്ചറിലൂടെ ഈ ഒരു ഫ്യൂച്ചർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് മാത്രം യൂട്യൂബ് വലിയ വലിയ ആർട്സുകൾ പ്ലേ ചെയ്യുന്ന കമ്പനികൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ ചാനലിൽ എത്ര വ്യൂസ് ഉണ്ട്, എത്ര ഏജ് കാറ്റഗറിയിൽ പെട്ടവരാണ് നിങ്ങളുടെ ചാനൽ കാണുന്നത്, ലേഡീസ് ആണോ ജെൻസ് ആണോ കാണുന്നത്, ഏത് രാജ്യത്തുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ചാനൽ ഏറ്റവും കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള നിങ്ങളുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് മാത്രം യൂട്യൂബ് വലിയ വലിയ ആഡ്സുകൾ പ്ലേ ചെയ്യുന്ന കമ്പനികൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്ന് പറയുന്നത് വലിയ വലിയ ബ്രാൻഡുകൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് അവർക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാ ക്രിയേറ്റേഴ്സിനും ലഭിച്ചു എങ്കിലും ഇതിൽ എലിജിബിലിറ്റി ആയിട്ടുള്ളത് മോണിറ്റൈസേഷൻ ആയ ചാനലുകൾക്കാണ്. അതിവിടെ യൂട്യൂബ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ സൈഡ് സ്ക്രീനിൽ കാണിച്ചതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഞാനിവിടെ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് വായിച്ച് പറഞ്ഞു തരാം. ദ ചാനൽ ഇൻസൈറ്റ് ഷെയറിംഗ് സെറ്റിംഗ് ഈസ് അവൈലബിൾ ടു YPP ക്രിയേറ്റേഴ്സ്, അതായത് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ക്രിയേറ്റേഴ്സ്. അപ്പോൾ നമുക്കറിയാം യൂട്യൂബ് മോണിറ്റൈസേഷൻ ലഭിച്ച് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ അംഗമായിട്ടുള്ള ക്രിയേറ്റേഴ്സിന് മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഓണാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഓണാക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ നമുക്ക് ഓണാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്രോം ഓപ്പൺ ചെയ്ത് YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് ക്രോം ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. താഴെയായിട്ട് ലോഗിൻ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്യുക. YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജിൽ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും, അവിടെ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും, അവിടെ ക്ലിക്ക് ചെയ്യുക. മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ ഏറ്റവും താഴെയായിട്ട് മോണിറ്റൈസ്ഡ് ആയ സേവ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതൊരു നല്ല ഫ്യൂച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ക്രിയേറ്റേഴ്സിനൊക്കെ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഫ്യൂച്ചറിലൂടെ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേരാണ് നമുക്ക് രാവിലെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയറും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെയാണ് റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലംസ് ഉള്ളവർ, പിന്നെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ അറിയില്ല എന്നുള്ളവർ, US ടാക്സ് ഫോം ഫില്ല് ചെയ്യാൻ അറിയാത്തവർ, അതുപോലെ ഒത്തിരി പേർക്കാണ് നമ്മുടെ ആഡ്സെൻസിൽ എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താലും മതി. നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.